നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ സാന്നിധ്യം ഒരു ലൊക്കേഷനിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായ മാറ്റം അല്ലെങ്കിൽ സ്വാഭാവികമായ ഫേവറബിൾ കണ്ടീഷൻസ് അവിടെ വരുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ സ്ത്രീകൾ ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ റെലവൻസ് എത്രത്തോളം? ഇപ്പോൾ WCC പോലെയുള്ള സംഘടന വരുന്നു, നാഷണൽ ലെവലിൽ മീഡിയ നെറ്റ്വർക്കിൽ സ്ത്രീകളുടെ മീഡിയ നെറ്റ്വർക്കുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് അവരുടെ ക്രിയേറ്റീവ് ജേർണി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വസ്തുതയാണ്? എനിക്ക് പറയാനുള്ളത് രണ്ട് ലെവലിൽ ഇത് നോക്കണം. ഇപ്പോൾ വൺ ഈസ് വിമൻ നീഡ് എ പ്ലേസ് ടു വർക്ക്, ദ പൊളിറ്റിക്സ് ഓഫ് അവർ വർക്ക്, നമ്മുടെ സ്ഥലം അതല്ല. രണ്ടാമത്തെ കാര്യം, വാട്ട് ഈസ് അവർ വർക്ക്, what is it we write, is there something different we write, is there something women have to say. So both these have to operate. It is not enough to say that we are only fighting for our rights. We are also fighting to tell the stories that we have, exactly. That we have some stories that may be different from other stories. Not that all women have to tell women stories, that's not what I'm saying, but there are certain things that women can talk, will tell a story differently, etc. So I think that WCC, for me the journey has been that I have discovered all this. ഒറ്റയ്ക്ക് എത്ര വർഷമായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്, അയ്യോ സ്ത്രീകളില്ല, അല്ലെങ്കിൽ എനിക്ക് ടോയ്ലറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരുമിച്ച് ഞങ്ങൾ കൂടിയേ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ വരുന്ന ഒരു എൻലൈറ്റൻമെൻറ്റ് വേറെ തന്നെയാണ്, ഒരു എംപവർമെൻറ്റ്, ഒരു എൻലൈറ്റൻമെൻറ്റ്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ത്രെറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ത്രെറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട്, ഇറ്റ് ഈസ് നോട്ട് എ ത്രെറ്റ്. ഇറ്റ് ഈസ് ഇൻഫാക്ട് മലയാളം സിനിമ ഹാസ് it is a feather in Malayalam cinema's cap. വേറെ എങ്ങും ഇല്ലാത്തത് ഒരു WCC ഇവിടെ ഉണ്ടാവുന്നത് മലയാളം സിനിമയ്ക്ക് ആണ് ഒരു ക്യാപ്പ്. നമുക്ക് ഒരു നല്ല ഇത് പറയുന്ന കാര്യം, ഇവിടുത്തെ സ്ത്രീകൾ ഇപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഇൻഡസ്ട്രി നന്നാക്കാനല്ലേ. ഞങ്ങളിത് പൊളിക്കാനല്ലല്ലോ ഇരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഇത് നന്നാക്കാനും നല്ല രീതിയിൽ പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. I feel it is very empowering, it is very it has been an extremely, personally it has been an extremely important journey. ഒരു ലോൺലിനെസ് എന്ന ഒരു ഗ്രൂപ്പ് കിട്ടിയപ്പോഴേ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ബാലചേച്ചിയും ഇത്തരത്തിലുള്ള സംഘടനകളും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന, അതിനെക്കുറിച്ച് കൃത്യമായി അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. ചേച്ചി നോക്കി കണ്ടിട്ടുള്ളതിൽ ഇത്തരത്തിലുള്ള സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും റെലവൻസ് എത്രത്തോളമാണ്? നമുക്ക് ഈ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ജേർണി, സുഗമമായ യാത്രയ്ക്ക് എത്രത്തോളം ആവശ്യമാണ്? നമ്മൾ ഇത്രയും വർഷമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബീന മാമിനെ എനിക്ക് അറിയാം, കാരണം എൻ്റെ ടീച്ചറാണ്, CDT തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വന്ന കാലം തൊട്ട് ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ജോലി ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയാവുന്ന ഒരേ ഒരു പേരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെയൊക്കെയുള്ള പരിചയങ്ങളുണ്ട്. പക്ഷേ മുത്തുമണി ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ടെക്നിക്കൽ ഫീൽഡിൽ പ്രത്യേകിച്ചും അഭിനയിക്കുന്നവർ വീണ്ടും വീണ്ടും എല്ലാ സ്ത്രീകളും നമ്മൾ കാണും. ടെക്നിക്കൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലായിരുന്നു. നമുക്ക് ആർക്കും പരിചയമില്ല. എല്ലാവരും ഉണ്ട് പല സ്ഥലങ്ങളിലും, പക്ഷെ നമുക്ക് പരിചയമില്ല. ഇത്തരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് തന്നെയാണ്. അപ്പം ഇത് ഒരാളുടെ പേഴ്സണൽ പ്രശ്നമല്ല, ഒരു സിസ്റ്റം, അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ആ സിസ്റ്റം ആവശ്യപ്പെടുന്ന കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അത് ഓരോ കാര്യങ്ങളും. ഇപ്പം ഇപ്പോൾ എത്രയോ കൊല്ലത്തിന് ശേഷം ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സ്ത്രീകളുടെ പ്രവേശനം സുപ്രീം കോടതി പറഞ്ഞിട്ട് നടക്കുന്നു. അപ്പോൾ അതിനെതിരെ വേറെ മൂവ്മെൻറ്റ് വരുന്നു, ആൾക്കാർ വേണ്ട എന്ന് പറയുന്നു. എല്ലാ മാറ്റങ്ങളും ഭയങ്കര ഒരു പെയിനോട് കൂടിയേ സംഭവിക്കുകയുള്ളൂ ആർക്കെങ്കിലും. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നമ്മുടെ ജോലി പ്രശ്നങ്ങൾ എല്ലാവരും ഈ ഒരു ഐലൻഡായിട്ടുള്ള അവിടെ ഇരുന്ന് അവനവൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതെങ്ങനെ പരിഹരിക്കുന്ന അറിയാതെ ഇരിക്കുന്ന മനുഷ്യർ, ഇവരെല്ലാവരും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാം ഇങ്ങനെയാണല്ലേ കാര്യങ്ങൾ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് ഒരു 10 കൊല്ലം കത്താത്ത കാര്യങ്ങളെല്ലാം ഒരു അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലല്ലേ, ഇത് എൻ്റെ പ്രശ്നം കൊണ്ട് ഇവിടെ ഇങ്ങനെ വരുന്നതല്ലല്ലേ എന്നൊക്കെ ഉള്ളത്. ഇത്തരത്തിൽ എവിടെയാണെങ്കിലും, ഇപ്പോൾ വീട്ടിലാണെങ്കിലും ശരി, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എപ്പോഴും ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമ്മളിങ്ങനെയല്ല, നമ്മുടെ ഒരു ചെറിയൊരു സ്പേസിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയും ആ ഒരു സ്പേസിൽ ഏറ്റവും സെൽഫ് റെസ്പെക്റ്റോടു കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. കാരണം എന്ന് വെച്ചാൽ they always see it as become as a challenge to the
പവർ Status. അത് ഇത് നമ്മൾ ആരും വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ നമ്മൾ ആരും വിചാരിച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതിനെ തടയാനായിട്ട് നമുക്ക് പറയാനോ ഒരാൾക്കും പറ്റില്ല. കാരണം നമുക്ക് അതിപ്പോ നമ്മളാരും ഇല്ലെങ്കിൽ പുതിയ കുട്ടികൾ വന്ന് അവരത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് ഒരു ചേഞ്ചിന്റെ സമയമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അത്രയും കൊല്ലം മുമ്പ് ഇത്രയും കൊല്ലം വരെ ഞാൻ എന്തിനാ സിനിമയിൽ നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പം എനിക്കറിയാം ഈ ഒരു ചേഞ്ച് വിറ്റ്നസ് ചെയ്യാനായിട്ട് നമ്മളിവിടെയൊക്കെ ഉണ്ടായിരുന്നതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ചേഞ്ചിൽ ചിലപ്പം കുറേ നമ്മളൊന്നും വിചാരിച്ച പോലെ ചിലപ്പോൾ നമ്മുടെ കരിയർ പോയി എന്ന് വരത്തില്ല. ചിലപ്പം കുറേ മാറ്റങ്ങൾ വരാം, ചിലപ്പോൾ അതൊന്നും അല്ലാത്ത കാര്യങ്ങൾ വരാം. പക്ഷേ ഈ ഒരു ടെർമോയിലിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മളെല്ലാം വളരുന്നുണ്ട്, ഭയങ്കരമായി വളരുന്നുണ്ട്. ഒരു 10 കൊല്ലം കൊണ്ട് വളരാത്ത വളർച്ചയൊക്കെ 6 മാസത്തെ അനുഭവം 8 മാസത്തെ അനുഭവം കൊണ്ട് വളരുന്നുണ്ട്. നമ്മളെല്ലാം ഓരോരുത്തരെയും എല്ലാവരുടെയും ഈഗോ സബ്ജുഗേറ്റ് ആയി ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആക്സെപ്റ്റിംഗ് ആയ രീതിയിൽ നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ നമ്മളെല്ലാവരും വല്ലാതെ മാറുന്നുണ്ട്. അത് കരിയറിന് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ് ഇറ്റ് ഈസ് എ വെരി ലേണിംഗ്. അത്രയും ഒരു ലേണിംഗ് നമ്മൾ വേറെ എവിടെ നിന്നാലും ഈ ഒരു സമയം കൊണ്ട് ഒരിക്കലും ഇനി ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും ആ പഴയ വ്യക്തിയിൽ നിന്നുള്ള പഴയ ചിന്തകളായിരിക്കില്ല അതിനകത്ത്. വി ഹാവ് ഓൾ ചേഞ്ച്ഡ് ആൻഡ് ദ സർക്കംസ്റ്റാൻസസ് ഹസ് ചേഞ്ച്ഡ് us. And we have all changed in a very positive and better and very confident way. നമ്മൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വളരെ ഒരു ഫ്രണ്ട്ലി അറേഞ്ച്മെൻറ്റിലാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി കേരള ഇൻഡസ്ട്രി. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ നമ്മൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഹഡൽസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മാഡത്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് തോന്നിയിട്ടുള്ള ചില എന്താ പറയുക സജഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാനായിട്ട്? ഫ്രണ്ട്ലിനെസ് ആണ് കുറച്ച് പ്രശ്നം. കാര്യം ഇത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആവണം. ഇറ്റ് ഹാസ് ടു ബി ഇപ്പോൾ കോൺട്രാക്റ്റ് ആയാലും വർക്കിംഗ് ആണെങ്കിലും ദിസ് റിലേഷൻഷിപ്പ് ഷുഡ് ബി കൺസിഡേർഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. ഇപ്പം ഞാനൊരു എഡിറ്ററായിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. എൻ്റെ ഫ്രണ്ട് ഡയറക്ടർ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഡയറക്ടർ എന്നൊക്കെ വെച്ചിട്ട് അല്ല കാണേണ്ടത്. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ സിറ്റുവേഷനായ അത് ഒരു പ്രൊഫഷണൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും. സോ ഐ തിങ്ക് ദിസ് പ്രൊഫഷണലിസം ഹാസ് ടു ബി ഇൻജെക്റ്റഡ് മോർ. ഈ ഫ്രണ്ട്ലിനെസ് അല്ല ആവശ്യം. അത് തന്നെയാണ് ഒരു ബാക്കിലേക്ക് വലിക്കുന്ന ഘടകം. കാര്യം ഇതെല്ലാം ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്സ്, പിന്നെ ഒരു യു കാൺ മേക്ക് എനി ഡിമാൻഡ്സ്, യു കാൺ മേക്ക് എനി, യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ് ആസ് എൻ എംപ്ലോയി. സോ those are problematic things. In fact നമുക്ക് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആക്കിയാലേ കുറച്ച് ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നു ഒരു എത്രത്തോളം നമ്മളുടെ ഇവിടെ കേരള ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആണ്? നോട്ട് ജസ്റ്റ് വുമൺ, ഞാൻ ചോദിക്കുന്നത് മൊത്തത്തിൽ ആർക്കും അത്ര അവയർനെസ് ഇല്ല. ഇത് ഇപ്പോൾ വർക്കിംഗ് ആവേഴ്സ് ആയാലും ഇപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. യൂണിയനൈസേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇറ്റ് ഹാസ് ബിക്കം ബെറ്റർ. ബട്ട് there are still many areas that we need to work on, especially in production. I think that production, if I mean porthakku poya you get astonished. If you cannot work for 60 days continuously, you have to give breaks. These are all human normal things that happen in a profession. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. You work, it's good, you feel committed, you feel somebody is your friend, you're doing it, but it takes a toll because if something goes wrong then it doesn't work. If it is all good, it is okay. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ then all this lack of professionalism becomes a big issue. ബാലചേച്ചി തോന്നിയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഈ പറയുന്ന ചാലഞ്ചസ് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും മുന്നോട്ട് വയ്ക്കാവുന്ന ആശയങ്ങൾ? നമ്മൾ ഇവിടെ ഒരുപാട് കാലം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനകത്തൊരു കാഴ്ച നഷ്ടപ്പെടും. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്ത്രീ അവർ ഒരു മലയാളം സിനിമ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് വന്നപ്പം അവരെന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് തുറപ്പിച്ചൊരു കാര്യമാണ്. അവരെൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരാൾ ഒരു സിനിമ ചെയ്യാൻ തുടങ്ങുന്നു, വെളിയിൽ എവിടെയാണെങ്കിലും ഒരു ഓഫീസ് ഉണ്ട് പോവാൻ, ഒരു പ്രൊഡ്യൂസറെ കാണാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ കാണാനാണെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെങ്കിലും ഇതൊന്നും ഇല്ലാതെ
ഫ്ലാറ്റുകളിൽ, വീട്ടിലെ താമസ സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണോ മലയാളം സിനിമ എന്ന് എന്നോട് ചോദിച്ചു അവർ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കഥ പറയാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് പറയുമ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്? ആ ഓഫീസിൽ ഞാൻ കൊടുത്താൽ മതിയോ ഈ സ്ക്രിപ്റ്റിൻ്റെ അല്ല ഇത് വരാൻ പറ്റും? ഇപ്പം അതിനൊന്നും മറുപടികളില്ല. പിന്നെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവർക്ക് നമുക്ക് വിളിച്ചാൽ എപ്പോഴും കിട്ടുന്ന ഒരു ഫോൺ നമ്പർ പോലും ഇല്ല. ഫോൺ അതായത് അൺപ്രൊഫഷണൽ വേ ആണ്. ഫോൺ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയുടെ അടുത്ത്. ഇപ്പം നമുക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ കിട്ടാനേ മാർഗമില്ല, അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രി മുമ്പോട്ട് പോവുക? മുമ്പ് ഇതൊന്നും ആവശ്യമില്ലായിരുന്നു, കാരണം ഒരു ലാൻഡ് ഫോൺ ഉണ്ട്, ഒരു സംഭവമുണ്ട്. ഇപ്പം അങ്ങനെയല്ലല്ലോ. അപ്പം നിങ്ങൾ ഒരുപാട് ഇപ്പം ഒരു നോ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരു നോ പറയാനുള്ള ഈ ഓവർ ഫ്രണ്ട്ലിനെസ് കൊണ്ട് നോ പറയാൻ ബുദ്ധിമുട്ടിയിട്ട് 6 months 1 year ഒക്കെ ഓരോ മനുഷ്യരുടെ പോകുന്ന പോലത്തെ മറ്റുള്ളവരുടെ സമയത്തിന്. അപ്പം എല്ലാ ആൾക്കാരും നിങ്ങൾ ഫ്രണ്ട്ലി ആവാം, നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. പക്ഷെ ഒരിക്കൽ ഈ ജോലി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ജോലിയുടെ സുഗമമായി നടക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഓവർ ദ ഇയേഴ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരുപാട് സമയനഷ്ടം, ഒരുപാട് ആൾക്കാർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഈ വാക്ക് പിന്നെ ഒന്നും റൈറ്റിങ്ങിലില്ല. ഈവൻ നിങ്ങളുടെ റെമ്യൂണറേഷൻ പോലും നിങ്ങളോട് പറയുന്ന സാധനം പോലും നിങ്ങൾ എസ്യൂമിങ് ആണ് എല്ലാം. മുത്തുമണിക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയാൽ സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു പുറത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഭയങ്കര സിനിമയുടെ അകത്ത് ഭയങ്കര മോഡേണാണ്, എക്യുപ്മെൻറ്റ്സ് മോഡേണാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മോഡേണാണ്. പക്ഷെ ഇപ്പോഴും വാക്കാൽ പറഞ്ഞ് കാര്യങ്ങൾ നടക്കുന്ന, ആ വാക്ക് തെറ്റിച്ചാൽ ഒരാളോടും ചോദിക്കാനില്ലാതെ, പിന്നെ എല്ലാം നമ്മളിങ്ങനെ നടക്കുമായിരിക്കും, കിട്ടുമായിരിക്കും, പോവുമായിരിക്കും. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, ആസ് എൻ ഇൻഡസ്ട്രി ഇങ്ങനത്തെ കുറെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ആ കുട്ടി ചോദിച്ച ചോദ്യമാണ്, ഓഫീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി കാണും? ഇവിടെ ഒരു തരത്തിലുള്ള അങ്ങനത്തെ കാര്യങ്ങളും ഇല്ല. അത് ഓവർ ദ ഇയേഴ്സ് കുറഞ്ഞും വരികയാണ്, കൂടുതൽ കുറഞ്ഞാണ്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരെ കംഫർട്ട് സോൺ മാത്രമേ പറ്റുള്ളൂ. ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നിങ്ങളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും നിങ്ങളൊരു ഡയറക്ടർ എന്ന നിലയിലും നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാവുന്നത്. കംഫർട്ട് സോണിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സിനിമ ഓവർ ദി ഇയേഴ്സ് മാറിക്കൊണ്ട് വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള കംഫർട്ട് തരും, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ തിരിച്ച് ഈ സാധനങ്ങൾ ഓരോരുത്തരും അവരവരുടെ ബാരിയേഴ്സ് നിശ്ചയിച്ചിട്ട് അതിനെ നമ്മളെങ്ങനെ മുമ്പോട്ട്, ഞാൻ എന്ന വ്യക്തിയെ നമ്മളെങ്ങനെ മുമ്പോട്ട് കടന്ന് കുറച്ചും കൂടെ ബെറ്റർ ആവാം എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം ഇത് നമുക്ക് സൗകര്യങ്ങൾ എങ്ങനെ, അപ്പം ഈ ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കൂടുതൽ കൊണ്ട് സിനിമ എന്ന ഇൻഡസ്ട്രി സിനിമ ആസ് സച്ച് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം കണ്ടുകൊണ്ടുവരുന്നു. പുതുതായി വരുന്ന കുട്ടികളോട്, അല്ലെങ്കിൽ പുതുതായി ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന തലമുറയോട്, അല്ലെങ്കിൽ അത് കാണുന്ന അത്തരത്തിലുള്ള തലമുറയുടെ മാതാപിതാക്കളോട് എന്തായിരിക്കും ഒരു സജഷൻ മാഡത്തിന് പറയാനുള്ളത്? ഏറ്റവും ഒരു നല്ല ജോലിയുള്ള ഒരു മേഖലയാണ് സിനിമ. ഏറ്റവും ഒരു നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തസ് ഉള്ള ഒരു ജോലിയാണ്. യു മസ്റ്റ് എൻകറേജ് യുവർ ചിൽഡ്രൻ ടു കം. Girls must get encouraged to come and not look at it in an old-fashioned way. That is what I always say, that you have to believe it is a profession, it is a very satisfying profession. I would never choose anything else. I don't think I would ever choose anything else. മാഡം പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിൽ സാങ്കേതിക രംഗത്ത് കൂടുതൽ സ്ത്രീകളെ ആവശ്യമുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ മനസ്സുകൾ മുന്നോട്ട് വരിക. നിങ്ങൾക്കായി ഒരു വലിയ ലോകം തന്നെ അവിടെ കാത്തിരിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒത്തുചേരാം മറ്റൊരു വിഷയവുമായി. ഇവിടെ ഞാനാണ് സ്ത്രീ.